ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ ചാനൽ വന്നിരിക്കുന്നത്. അൺബോക്സ് ചെയ്യുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു മൈക്ക് പരിചയപ്പെടുത്തിയിരുന്നു. നമ്മുടെ ഗ്രെനോറോ എന്ന് പറഞ്ഞ കമ്പനിയുടെ 2500 രൂപ വില വരുന്നൊരു മൈക്ക്. അപ്പം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിനേക്കാളും ലോ ബഡ്ജറ്റിൽ നമുക്ക് മേടിക്കാവുന്ന ഒരു മൈക്കിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നത്. അതാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഉപയോഗിച്ച് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണ്. തുടക്കക്കാർക്ക് പറ്റൊരു കിടുക്കാച്ചി മൈക്ക് തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. യൂണിവേഴ്സൽ സ്റ്റുഡിയോൻ്റെ കാനൈൻ എന്ന് പറഞ്ഞ വയർലെസ് മൈക്ക്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടൊന്നും ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കാനൈൻ വയർലെസ് മൈക്കിൻ്റെ ഒരു ബോക്സ് എന്ന് പറയുന്നത്. നല്ല അടിപൊളി ബോക്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ലൈവ് ഷോ, ഇൻ്റർവ്യൂ, വ്ളോഗ്, ഷോർട്ട് വീഡിയോ, അതായത് ഈ പർപ്പസുകൾക്കൊക്കെ ഈ ഒരു മൈക്ക് ബെസ്റ്റാണെന്നാണ് നമ്മുടെ കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ 20 മീറ്റർ വരെ ഇതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് നമ്മുടെ കമ്പനി പറയുന്നത്. ഇത് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്നാണ് നമ്മുടെ കാനൈൻ മൈക്ക് അവകാശപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടലൊന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു കാനൈൻ വയർലെസ് മൈക്രോഫോൺ ജസ്റ്റ് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാനൈൻ വയർലെസ് മൈക്രോഫോൺ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗ്രെനോറോൻ്റെ ഒരു മൈക്ക് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അതിനേക്കാളൊക്കെ ഒന്നും കൂടിയും കാഴ്ചയിൽ ഇത്തിരി കൂടി ബെറ്റർ ഇതായി ലുക്കായിട്ട് തോന്നുന്നത് നമ്മുടെ ഈ ഒരു കാനൈൻ വയർലെസ് മൈക്കാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ മൈക്കിനെ അപേക്ഷിച്ച് ഈ ഒരു മൈക്കിൻ്റെ പ്രൈസ് റേഞ്ച് ആയാലും ഭയങ്കര ഡിഫറൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. നമ്മളത് 2500 അതിൻ്റെ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെറും 1500 നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയൊരു പ്രൈസ് എന്ന് പറയുന്നത്. ഓരാഴ്ചകളിലും ഈ ഒരു മൈക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ 1400 1300 ഈ ഒരു മൈക്ക് അവൈലബിൾ ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്ലിപ്കാർട്ടിൽ കണ്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്യുവൽ വയർലെസ് മൈക്ക് എന്ന് പറയുന്നത്. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോക്സിൽ നമുക്ക് കമ്പനി തരുന്നത് ഇതിൻ്റെ റിസീവറാണ് ഈ ഒരു കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൾ ഡിവൈസിൽ കണക്ട് ചെയ്യാവുന്ന ഒരു OTG പിന്നും കൂടിയും അവർ തന്നിട്ടുണ്ട്. ഇത് ആപ്പിളിൽ കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു C ടൈപ്പ് ഇതിൻ്റെ ബാക്കിൽ പ്ലഗ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. റിസീവർ മാറ്റി വയ്ക്കാം, ഇതൊക്കെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മുടെ C ടൈപ്പിലാണ്. അതായത് മെയിൻലി ഇത് C ടൈപ്പ് പിന്നാണ്. ഇതിൻ്റെ ചാർജിങ് സ്ലോട്ട് വരുന്നത് C ടൈപ്പ് പിന്നാണ്. ഇതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് കോളറിൽ വെക്കാൻ പറ്റാവുന്ന ഒരു ഓപ്ഷനും കൂടി നമുക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എടുത്ത് പറയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചീപ്പ് ക്വാളിറ്റി ആണെന്ന് തന്നെ വേണം നമുക്ക് പറയാം. കാരണം നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ പ്രൈസാണ്. നമ്മളിത് വാങ്ങാനായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും 1500 രൂപയാണെന്ന് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും ലോക്കലായിട്ട് ഇറങ്ങുന്ന മൈക്ക് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ K8 ഇറങ്ങുന്നുണ്ട്, അത് സിംഗിൾ മൈക്കാണ്. K9 ഡ്യുവൽ വയർലെസ് മൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ റിസീവറിനും ഒരു സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാണ്ട് ഇതിൻ്റെ വർക്കിംഗ് മോഡിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലാണ് ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റിസീവർ നമ്മുടെ ഇതിലേക്ക് നമ്മൾ പ്ലഗ് ചെയ്യണം. നമ്മളിത് കുത്തി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഇവിടെ ഒരു റെഡ് ലൈറ്റ് കിടന്ന് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ ആ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ഈ ഒരു മൈക്ക് നമ്മൾ ഓൺ ചെയ്തിട്ടില്ല എന്നതിനുള്ളൊരു സിമ്പിളാണ് നമ്മുടെ ഈ ഒരു റെഡ് ലൈറ്റ് ഇവിടെ കിടന്ന് ബ്ലിങ്ക് ആവുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യണം. അത് ജസ്റ്റ് ഓൺ ചെയ്യാനായിട്ട് നമുക്കിത് ഇവിടെ ഒരു പവർ ബട്ടൺ നമ്മുടെ കമ്പനിയോട് കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്യണം നമ്മൾ. അപ്പം ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഉള്ളൊരിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ബ്ലിങ്ക് ചെയ്യും, പിന്നെ അത് ഗ്രീൻ ലൈറ്റ് സ്റ്റേബിളായിട്ട് ഇങ്ങനെ കത്തി നിൽക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മൈക്കും നമ്മുടെ ഡിവൈസായിട്ട്, അതായത് നമ്മുടെ റിസീവറായിട്ട് കണക്റ്റ് ആയി എന്നുള്ളതിനുള്ളൊരു
സിമ്പിളാണ് നമ്മുടെ ഈ ബ്ലിങ്കിങ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഈ മൈക്ക് കമ്പനി പുറത്തിറക്കിയപ്പോൾ തന്നെ കുറേ പേര് റിവ്യൂവിൽ നമ്മൾ കണ്ടായിരുന്നു ഈ ഒരു മൈക്ക് ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് മാത്രമേ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മൈക്ക് ഓഡിയോ എടുക്കുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ ഈ ഒരു ഫോണിൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ കാട്ടിയത്. മൈക്ക് കണക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഈ സംഭവം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ ഓപ്പോ റെനോ 6 പ്രോയാണ് നമ്മുടെ ഈ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോണിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളും ഈ റിസീവർ കണക്ട് ചെയ്തപ്പോൾ ആദ്യം ബ്ലിങ്കിങ്ങും കാര്യങ്ങളൊക്കെ നിന്ന് മൈക്ക് കണക്ട് ചെയ്യും. പക്ഷേ നമ്മുടെ ക്യാമറ ഓൺ ചെയ്ത് നമ്മൾ നോക്കിയ സമയത്ത് നമ്മുടെ ഓഡിയോ ശരിക്കും നമ്മുടെ ക്യാമറയിലുള്ള ഓഡിയോ തന്നെയാണ് നമുക്ക് കിട്ടിയിരുന്നത്, മൈക്കിലുള്ളതല്ല. അപ്പോൾ നമ്മൾ ഓപ്പോ ഡിവൈസ് അതുപോലെ തന്നെ വിവോ അങ്ങനത്തെ ഫോൺ യൂസേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ OTG കണക്റ്റഡ് ആണോ നോക്കണം. അതിന് നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് OTG സെർച്ച് ചെയ്യുക. OTG കണക്ഷൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ OTG കണക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അത് ഗ്രീൻ കളറിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് എനേബിൾ ചെയ്തു എന്നാണ് അർത്ഥം. ഇപ്പോൾ ഇതിങ്ങനെ മങ്ങി നിൽക്കുന്നുണ്ട്, അതായത് ഇവിടെ ഇത് വിസിബിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ അത് കണക്റ്റഡ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചില ഡിവൈസിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ മൈക്ക് OTG വെച്ച് കണക്ട് ചെയ്തിട്ടായാലും ഡിവൈസ് കണക്റ്റ് ആവില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഒട്ടനവധി നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സിമ്പിൾ ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറ്റിങ്സിൽ പോവുക. സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ എല്ലാ വക ഫോണുകളിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എടുക്കുക. സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് സെറ്റിങ്സ് എടുക്കുക. അഡ്വാൻസ് സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിഫോൾട്ട് റെക്കോർഡർ കണ്ട ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോ സെലക്ട് ആൻഡ് ആഡ് ഓൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ ആഡ് ഓൺ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മൈക്ക് നമ്മുടെ ഫോണായിട്ട് കണക്റ്റ് ആവും കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ പലരും ഈ സംഭവം വർക്ക് ചെയ്യാതെ ഈ ഫോൺ റിട്ടേൺ അയക്കുന്ന പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സിമ്പിളായിട്ട് ഇത് ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മുടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ഓപ്ഷൻ എടുക്കുക, അതിൽ അഡ്വാൻസ് സെറ്റിങ്സ് എടുക്കുക, അതിൽ ഡിഫോൾട്ട് റെക്കോർഡർ എടുക്കുക, അതിൽ ആഡ് ഓൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ മൊബൈൽ ക്യാമറ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ വീഡിയോ റെക്കോർഡ് മോഡ് എടുക്കുക. നമുക്കിതിൽ വീഡിയോയിൽ ഏത് റെക്കോർഡ് മോഡ് എടുത്താലും നമ്മുടെ മൈക്കിൻ്റെ ഓഡിയോ നമുക്ക് റെക്കോർഡായി കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മൈക്ക് നമുക്ക് ജസ്റ്റ് എടുത്തിട്ട് നമുക്കിതൊന്ന് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു മൈക്കിലാണ്, നമ്മുടെ കാനൈൻ്റെ മൈക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾ നോക്കണം. നമ്മൾ ഈ വാങ്ങിയിരിക്കുന്ന ഈ ഒരു പ്രൈസ് റേഞ്ച് 1500 രൂപയുടെ പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. വളരെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത്ര കാര്യങ്ങൾ നോക്കിയാൽ മതി. നമ്മുടെ പ്രൈസ്, അതിൻ്റെ ക്വാളിറ്റി, സംഭവം നല്ലൊരു പക്ക ചൈന പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ബിൽഡ് ക്വാളിറ്റിയുടെ കേസൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് അത്രയും ലോക്കൽ ബിൽഡ് ക്വാളിറ്റി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാലും ഈ ഒരു 1500 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി എന്നും വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ പുതിയ തുടക്കക്കാരായുള്ള യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും പറ്റാവുന്ന ഒരു കിടിലം മൈക്ക് തന്നെയാണ് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സൽ കാനൈൻ എന്ന് പറഞ്ഞ ഈ ഒരു മൈക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ C ടൈപ്പ് ചാർജിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ രണ്ടിനും C ടൈപ്പാണ്. അതായത് നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ചാർജ് ചെയ്യണം. നമ്മുടെ മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയ ഗ്രെനോറോ എന്ന് പറഞ്ഞ മൈക്കിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ഇതെന്ന് പറയുന്നത് സ്പെക്ക് എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ എയർപോഡ് പോലെയാണ്. ഒറ്റ ചാർജിങ്ങിൽ 2 മൈക്കും ചാർജ് ആവും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിന് പക്ഷേ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ചാർജ് ചെയ്യണം. നമുക്കതിന് നമ്മുടെ കമ്പനി ചാർജർ തരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ചാർജർ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ചാർജർ ഇരിക്കുന്നത് ഈ ഒരു ബോക്സിലാണ്. അപ്പോൾ നമ്മുടെ ചാർജർ ജസ്റ്റ് ഒന്ന് കാണാം. നമ്മുടെ C ടൈപ്പ് തന്നെയാണ്. ചാർജർ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. C ടൈപ്പും കാര്യങ്ങളാണ് നമുക്ക് തരുന്നത്. ജസ്റ്റ് ഒരു കേബിൾ മാത്രമാണ്. അപ്പോൾ നിങ്ങളിത് അഡാപ്റ്ററിൽ പ്ലഗ് ചെയ്ത് ചാർജ് ചെയ്യാതെ നമ്മുടെ പവർ ബാങ്ക് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പവർ ബാങ്കിൽ ചാർജ് ചെയ്തതിനു ശേഷം ഇതിൽ നിന്ന് നമ്മുടെ മൈക്കിലേക്ക് ചാർജ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ചൈന പ്രൊഡക്റ്റാണ്. ചെറിയൊരു ഫ്ലക്ച്വേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകും. കാരണം മൈക്ക് പെട്ടെന്ന് അടിച്ചു പോകാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ പവർ ബാങ്ക് യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട വേറെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വാങ്ങിയത് ആപ്പിളിൻ്റെ ഡിവൈസും കൂടി കണക്ട് ചെയ്യാൻ പറ്റാവുന്ന
ഒരു പ്രൊഡക്റ്റാണ്. നമുക്കിത് ആപ്പിളിൻ്റെ ഡിവൈസ് ഇല്ലാത്തത് ഇതിനേക്കാളും വില കുറഞ്ഞ സെയിം മൈക്ക് കിട്ടും. പക്ഷേ 100 രൂപ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. നിങ്ങൾ ആപ്പിൾ ഡിവൈസൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സി ടൈപ്പിൻ്റെ ഓപ്ഷൻ മാത്രമുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ ഡിവൈസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യുന്നില്ല. കാരണം ഇത് ആപ്പിളിലേക്ക് നമ്മൾ കണക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു സി ടൈപ്പ് നമ്മളിത് ഇതിലേക്ക് ജസ്റ്റ് പ്ലഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പിളിലും വളരെ സിമ്പിളായിട്ട് ഈ ഒരു മൈക്ക് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു മൈക്കിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുത്ത് യൂസ് ചെയ്ത് പരീക്ഷിക്കാവുന്ന ഒരു മൈക്കാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോൻ്റെ കാനൻ എന്ന് പറഞ്ഞ ഈ വയർലെസ് മൈക്കിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കാനും ഒട്ടും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ യൂണിവേഴ്സലിൻ്റെ മൈക്ക് വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മേടിക്കാവുന്നതാണ്. ഇതിൻ്റെ ഓരോ ആഴ്ചയിലും ഇതിൻ്റെ പ്രൈസിൽ നല്ല ചേഞ്ചസ് വരുന്നുണ്ട്. പരമാവധി റേറ്റ് കുറവിൽ വാങ്ങാനായിട്ട് ശ്രമിക്കുക. ചൈന പ്രൊഡക്റ്റാണ്, പക്ഷേ ബെസ്റ്റ് ക്വാളിറ്റിയാണ്. നല്ല സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മേടിച്ച് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.